നമസ്കാരം, അൽസു ടോക്സിലേക്ക് സ്വാഗതം. ഒന്നിനെ കുറിച്ച് അവർ സാറ്റിസ്ഫൈഡ് അല്ല. അപ്പൊ നമ്മളിങ്ങനെ കാണുമ്പോൾ ആ കുട്ടികൾ ഇങ്ങനെ പറയും, അയ്യോ നമ്മളെ വന്ന് പെട്ട്, ഇനി ആരും വന്ന് പെടാതിരുന്നാൽ മതിയായിരുന്നു എന്നുള്ള രീതിയിലാണ് സംസാരിക്കുക. മാത്രമല്ല ഈ കസാഖിസ്ഥാനെ വെച്ച് കിർഗിസ്ഥാൻ കമ്പയർ ചെയ്യുമ്പോൾ കിർഗിസ്ഥാൻ ചെറിയ രാജ്യമാണ്, കസാഖിസ്ഥാനേക്കാളും ചെറിയ രാജ്യമാണ്. ഏറ്റവും കൂടുതൽ ഈ പാകിസ്ഥാനികളും ബംഗ്ലാദേശികളാണ് അവിടെ കൂടുതലായിട്ടുള്ളത്. ബിസിനസ്സുകാരായിട്ടാണ് പോലും, അല്ലെങ്കിൽ ടോപ്പ് മില്യണേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിലും ആ രീതിയിലാണ്. പക്ക ആ ഒരു ബിസിനസ് മൈൻഡാണ്. കിർഗിസ്ഥാനിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ 100% ബിസിനസ് ഓറിയൻറ്റഡ് ആണ്. അപ്പം അവിടെ എന്ത് പരിപാടിയും തട്ടിക്കൂട്ട് പരിപാടി എന്തും നടക്കും എന്നുള്ളൊരു സംഗതിയുണ്ട്. പിന്നെ പൊതുവെ അവിടുത്തെ ലോക്കൽസിന് എന്ത് ചെയ്യില്ല, നമ്മുടെ ഇന്ത്യക്കാരെ ഇഷ്ടമല്ല. അതിന്റെ പേരിൽ കുറെ പ്രശ്നങ്ങൾ മുമ്പ് കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നല്ല അടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു കുട്ടി വന്നിട്ട് പറയുന്നത് എനിക്ക് ഇന്ന സ്ഥലത്തേക്ക് അഡ്മിഷൻ മതി പറഞ്ഞാൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും? നമുക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം കാര്യങ്ങൾ ഉസ്ബെക്കിസ്ഥാൻ മതി പറഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാൻ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഉസ്ബെക്കിസ്ഥാൻ ഈ പറഞ്ഞ പോലെ കസാഖിസ്ഥാൻ എന്ന് പറഞ്ഞ പോലെ വെൽക്കമിങ് ആണ്, ആൾക്കാർ വെൽക്കമിങ് ആണ്. പക്ഷെ ചെറിയ രാജ്യമാണ്, കസാഖിസ്ഥാനേക്കാളും ചെറിയ രാജ്യമാണ്, കുറച്ച് ദാരിദ്ര്യം പിടിച്ച പോലത്തെ ഒരു രാജ്യമാണ്. വലിയ സിറ്റികളൊന്നുമില്ല, ആകെ ഒരു താഷ്കന്റ് സിറ്റി മാത്രമേ. പക്ഷെ ഉസ്ബെക്കിസ്ഥാനിൽ നമുക്ക് ബഡ്ജറ്റ് കുറഞ്ഞിട്ട് എടുക്കുക. ഇപ്പോൾ ഒരു പാരന്റ് വിളിക്കുകയാണ്, പാരന്റ് വിളിക്കുമ്പോൾ നമ്മളോട് പറയുന്നു നമുക്കൊരു യൂണിവേഴ്സിറ്റി വേണം, ഇന്നുപോലെ വേണം എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കും, നിങ്ങൾക്ക് നല്ല അക്കാഡമിക് ക്വാളിറ്റി ഉള്ള യൂണിവേഴ്സിറ്റി വേണോ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് വേണോ? അപ്പോൾ അവർ പറയുന്നത് 2 MBBS തന്നെയാണ് പഠിച്ചിറങ്ങുന്നത്. പക്ഷേ ഉസ്ബെക്കിസ്ഥാനിൽ വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ ഫീസിൽ പഠിക്കുമ്പോൾ അതിനനുസരിച്ച് ക്വാളിറ്റി കോംപ്രമൈസ് ഉണ്ടാവും. അതിന്റെ എല്ലാ ഫെസിലിറ്റീസും എല്ലാ ആക്സസിബിലിറ്റി എല്ലാം അതിനനുസരിച്ച് പരിമിതമായിരിക്കും. കസാഖിസ്ഥാനിലാകുമ്പോൾ ഈ പറയുന്ന 1 ലക്ഷം രൂപേൻ്റെ വ്യത്യാസം ഉണ്ടാവും 2 സ്ഥലത്തും പഠിക്കുന്നതിന്. പക്ഷെ കസാഖിസ്ഥാനിലാകുമ്പോൾ അതൊക്കെ കൂടുതലാണ്, നമ്മൾക്ക് എല്ലാ രീതിയിലും കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിൽ തന്നെ കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ അഡ്മിഷന് വേണ്ടിയിട്ട് സജസ്റ്റ് ചോദിക്കുന്നുണ്ടെങ്കിൽ എവിടെ സജസ്റ്റ്? കസാഖിസ്ഥാൻ തന്നെ, കസാഖിസ്ഥാൻ സജസ്റ്റ് ചെയ്യല്ലേ? കാരണം റിസ്ക് എടുക്കാൻ പോയി. നിങ്ങൾ പഠിച്ച ആരെങ്കിലും MBBS ആയിട്ട് പുറത്ത് ഇറങ്ങിയിട്ടുണ്ടോ? ഉണ്ട്, നമ്മുടെ 2 ബാച്ച് ഇപ്പം ഇറങ്ങിയിട്ട്. ഞാൻ പോയി മലയാളികൾ ഇപ്പൊ എത്രയും തുടങ്ങിയിട്ട്? ഞാനിപ്പോ തുടങ്ങിയിട്ട് 6 വർഷം. 6 വർഷം. ഈ 6 വർഷത്തിന് മുമ്പ് മൂപ്പർ എന്റർപ്രൈസായിരുന്നു. നമ്മള് എന്താ ചില്ലറ പ്രോഗ്രാം, പിന്നെ കൗൺസിലിംഗ് ക്ലാസ്, എന്തൊക്കെയോ പരിപാടിയൊക്കെ ആയിട്ട് മുമ്പോട്ട് നാട്ടിൽ എൻ്റെ കൂടെ ഉണ്ടായ ആളാണ്. പെട്ടെന്നൊരു സമയത്ത് തന്നെ മൂപ്പരെ കണ്ടിട്ടില്ല, പോയി. പിന്നെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കസാഖിസ്ഥാനിലുണ്ട്, പിന്നീട് കുറേ കോട്ടിട്ട ഫോട്ടോയും കുറേ കുട്ടികളെ പറയുന്ന ഫോട്ടോയും. ഞാൻ ആദ്യം വിചാരിച്ച് കുട്ടികളെ കൊണ്ടുവന്ന് ട്രിപ്പിനെല്ലാം പോയതെന്ന് വിചാരിച്ചു. കുറേ പ്രോഗ്രാംസ് എല്ലാം കാണില്ല. പ്രോഗ്രാംസ് എല്ലാം ഉണ്ടാവുന്നു. പ്രോഗ്രാംസ് ഒരുപാട് ഉണ്ടാവും. ഇപ്പം പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ ഒന്ന് ഇവിടുന്ന് നമ്മുടെ കുട്ടികൾ പോകുന്ന സമയത്ത്, കസാഖിസ്ഥാനിൽ പോകുന്നതിൻ്റെ 1 മാസം മുമ്പ് നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് വേണ്ടുന്ന ഒരു പ്രീ ഡിപ്പാർച്ചർ മീറ്റ്. ഈ പ്രീ ഡിപ്പാർച്ചർ മീറ്റിൽ എല്ലാ വർഷം പോകാൻ നിൽക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഒക്കെ വരും. പിന്നെ നമ്മൾ ആ പ്രോഗ്രാമിൽ ഒരു ഗസ്റ്റ് ഉണ്ടാവും, അവർ വന്ന് കുറച്ച് ക്ലാസ് എടുക്കും. പിന്നെ ഇവർക്ക് എല്ലാവർക്കും പരസ്പരം കാണാനുള്ള ഒരു അവസരം, എല്ലാ രക്ഷിതാക്കളും കുട്ടികൾക്കും. ഒരു ബാച്ചിൽ ഏകദേശം എത്ര ആളുണ്ടാവും ഒരു സമയത്ത് പോകുകയാണെങ്കിൽ? ഒരു 60-70 പിള്ളേർ. 60-70 പിള്ളേരുണ്ടാവും. അപ്പൊ അവരൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് വൈറ്റ് കോട്ടൊക്കെ ഇട്ട് കൊടുത്ത് സ്റ്റെസ്കോപ്പ് ഇട്ട് കൊടുക്കുന്ന ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ പാരന്റ്സിന്റെ വല്ലാത്ത മൂവ്മെന്റ്. കാരണം അവർ മക്കള് ഡോക്ടറായി കാണുന്ന ആഗ്രഹിച്ച ആ ഒരു വേഷത്തിൽ അവരെ മുന്നിൽ കാണുക വെച്ചാൽ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, കസാഖിസ്ഥാനിൽ എത്തിക്കഴിഞ്ഞാൽ, കസാഖിസ്ഥാനിൽ പോകുമ്പോൾ അതിന്റെ കൂടെ നമ്മളുണ്ടാവും, നമ്മുടെ ട്രൂപ്പിൽ നമ്മളുണ്ടാവും. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ക്യാമ്പസ് ടൂർ. ഈ അൽഫറാബി യൂണിവേഴ്സിറ്റി വലിയൊരു യൂണിവേഴ്സിറ്റി, 100-300 ഏക്കറോളം വ്യാപിച്ചെടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഒരുപാട് സ്റ്റേഡിയം, തിയേറ്ററും ക്ലിനിക്കും ഹൈപ്പർ മാർക്കറ്റൊക്കെ ഉള്ളതാണ്. വലിയൊരു യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റി ടൂർ നടത്തും നമ്മൾ. ഇവരുടെ ക്ലാസ്, ഇവരുടെ ലാബ്, ലൈബ്രറിയിലൊക്കെ കാണിച്ചിട്ട്, യൂണിവേഴ്സിറ്റി ഓഫീസൊക്കെ കാണിച്ചിട്ട്, രജിസ്ട്രേഷൻ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോ ഉണ്ടാവും. പിന്നീട് നമ്മൾ ഫ്രഷേഴ്സ് പാർട്ടി ഉണ്ടാവും, നമ്മുടെ അടുത്ത് ഫ്രഷേഴ്സ് പാർട്ടി ഉണ്ടാവും. അതുപോലെ തന്നെ ഈ പറയുന്ന പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളെ ഫെയർവെൽ പാർട്ടി നമ്മൾ തന്നെ കൊടുക്കും. കാരണം നമ്മൾ ഈ ഫസ്റ്റ് ഇയറിൽ വരുമ്പോൾ ഈ പറഞ്ഞ വൈറ്റ് കോട്ടും സ്റ്റെസ്കോപ്പും കൊടുത്ത കുട്ടികൾക്ക് പിന്നീട് ഗ്രാജുവേഷൻ ഇറങ്ങുമ്പോൾ മൊമെന്റ് കൊടുക്കാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം അപ്പോൾ അവരുടെ എല്ലാ വളർച്ചയിലും ഓരോ ഘട്ടവും നമ്മൾ കണ്ടിട്ടാണ് വരുന്നത്. അപ്പൊ ഇതിന് നിങ്ങൾ ഈ ചാർജ് എക്സ്ട്രാ വാങ്ങിക്കോ? ഇല്ല, ഒന്നുമില്ല. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ കമ്പനി കയ്യിൽ നിന്നെടുത്ത് ചെയ്യുന്നതാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ കുട്ടികൾ വരുമ്പോൾ നമ്മൾ അവയിൽ നിന്ന് വാങ്ങിക്കുന്ന സർവീസ് ചാർജിൽ തന്നെയാണ് ഇതൊക്കെ കംപ്ലീറ്റ്. അപ്പൊ ഈ കുട്ടികൾ വരുന്ന സമയത്ത് കൂടെ ഫാമിലിക്ക് വരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ? വരാം. താല്പര്യമുള്ളവർക്ക് ഞാൻ പറഞ്ഞില്ല, വിസ വേണ്ട, അങ്ങനെ വരുന്ന ആൾക്കാരുണ്ട്. പല കുട്ടികളും പാരന്റ്സ് കൂടെ വരാറുണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ അവർ എത്ര ദിവസമാണ് അവിടെ ഉണ്ടെന്ന് അത്രയും ദിവസം. ഇമോഷണൽ എന്തെങ്കിലും കാണലുണ്ട് എയർപോർട്ടിൽ നിന്നോ? അല്ലെങ്കിൽ ഒരുപാട് ഈ പറഞ്ഞ പോലെ പ്രീ ഡിപ്പാർച്ചർ മീറ്റിൽ ഞാൻ പറഞ്ഞ വൈറ്റ് കോട്ടൊക്കെ ഇട്ടൊരു പാരന്റ്സ് സംസാരിക്കാൻ, അവരോട് എന്തെങ്കിലും അഭിപ്രായം വേണ്ടി പറയുമ്പോൾ ഭയങ്കര ഇമോഷണൽ ആവാറുണ്ട്. എയർപോർട്ടിൽ നിന്ന് വല്ലാണ്ട് ഇമോഷണൽ, കാരണം ഇതുവരെ പുറത്തു പോകാത്ത കുട്ടികളാണ്, വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ല. അങ്ങനത്തെ ഇമോഷണൽ ഉണ്ടാവാറുണ്ട്. ഈ 1 ലക്ഷത്തിനും 1.5 ലക്ഷത്തിനല്ല ഇങ്ങനത്തെ കോഴ്സ് എടുക്കാൻ പല പരസ്യം കാണലുണ്ട്. അതിനെ കുറിച്ച് എന്താ പറയുന്നത്? അത് MBBS ആവോ? ഇല്ലില്ല, അതൊട്ടും നടക്കൂല. അത് ഞാൻ പറഞ്ഞില്ലേ, പരസ്യത്തിന് വേണ്ടിയിട്ടും മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടും അങ്ങനെ ഉണ്ടല്ലോ, നമ്മള് 1 രൂപ രൂപക്ക് എന്നൊക്കെ പറയുന്ന പോലെ
അതൊന്നും നടക്കൂല. അത് ഒന്നത് മലയാളികളെ എന്താ പറയാ, മലയാളികളുടെ ആ ഒരു ഇതുണ്ടല്ലോ, പെട്ടെന്ന് ഇങ്ങനത്തെ എല്ലാം കാണുമ്പോൾ കയറി പിടിക്കാന്നല്ലേ, അതിന്റെ വീക്ക്നെസ്സിൽ കൈവെക്കുക എന്നുള്ള സാധനമാണ്. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് യൂണിവേഴ്സിറ്റി ഇപ്പൊ ഖസാക്ക് ആയിക്കോട്ടെ ഉസ്ബക്ക് ആയിക്കോട്ടെ, മിനിമം ഒരു വർഷം 3 ലക്ഷം അല്ലെങ്കിൽ 4 ലക്ഷം രൂപ എന്തായാലും ഫീസിന് വേണ്ടി വരും. ഒരു സെമസ്റ്ററിന് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു 1.5 അല്ലെങ്കിൽ 2 ലക്ഷം രൂപ എന്തായിട്ടും ഒരു സെമസ്റ്ററിന് വേണം. ഒരു വർഷത്തേക്കായിട്ട് നമ്മൾ കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുക എന്നുള്ളത്. അല്ലാതെ 1 ലക്ഷം രൂപയ്ക്ക് 1.5 ലക്ഷം രൂപയ്ക്ക് MBBS തീർക്കും ആളെ പൊട്ടനാക്കുന്ന പരിപാടി. അപ്പൊ ഇവിടുന്ന് പോകുന്ന കുട്ടികൾക്ക് അവിടെ എന്തെല്ലാം സൗകര്യങ്ങൾ അവർ കൊടുക്കുന്നത്? ഞാൻ ചോദിക്കുന്നത് വെച്ചെങ്കിൽ താമസത്തിൻ്റെത്, ഫുഡിൻ്റെത്, ഇനി മറ്റ് ഹോസ്പിറ്റൽ, അതായത് എല്ലാ സംഗതിയും, അതായത് ആ കുട്ടികൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരുടെ താമസവും ഭക്ഷണവും ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം ആ പഠിക്കുന്ന കുട്ടികൾക്ക് താമസവും നല്ല ഉറക്കവും ഒക്കെ കിട്ടിക്കഴിഞ്ഞാലേ പഠിക്കാൻ പറ്റുള്ളൂ. ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളോ? ഭക്ഷണം ഉണ്ടാക്കുന്ന മലയാളി തന്നെയാണ്, മലപ്പുറംകാരനാണ്. പുള്ളിയുടെ ഫാമിലി അവിടെ തന്നെയാണ്. ഈ മറ്റേ ഇപ്പം ലേഡീസിന്, അതായത് പെൺകുട്ടികളെ ലേഡീസ് ഹോസ്റ്റലായിരിക്കൂലേ, അതിനുള്ള വാർഡനും ഈ മലയാളി തന്നെയാണ്. പുള്ളിയുടെ വൈഫാണ് ഇത്താത്ത വാർഡനായിട്ടുണ്ടാവും. അപ്പം അത് കാരണം വെച്ചാല് മലയാളി തന്നെ ആക്കാൻ കാരണം ഈ പെൺകുട്ടികൾക്ക് അവരുടെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് ആണുങ്ങളൊന്നും ആരും പറയാൻ പറ്റില്ലല്ലോ. പിന്നെ അവിടെയുള്ള ഒരു കസാഖിസ്ഥാൻ അല്ലെങ്കിൽ ഉസ്ബെക്കിസ്ഥാൻ ആയിട്ടുള്ള പെണ്ണുങ്ങളോട് പറയാൻ വെച്ചാൽ അതും ബുദ്ധിമുട്ടാണ്. അവർക്ക് ലാംഗ്വേജ് എങ്ങനെയാണ്? അവരവരുടെ ലോക്കൽ ലാംഗ്വേജ് ആണ്, കസാഖ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാവും, യൂണിവേഴ്സിറ്റിന്റെ ഓഫീസും അവരെ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകർ അവരൊക്കെ ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരായിരിക്കും. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എങ്ങനെ ബുദ്ധിമുട്ട്? ഹെൽത്ത് ഇഷ്യൂ ഉള്ള ആൾക്കാരോ, ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോൾ കസാഖിസ്ഥാൻ പല ആൾക്കാരും ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് വരാറില്ല. അധികം വരുന്ന ഹെൽത്ത് ഇഷ്യൂസ് എന്ന് വെച്ചാൽ ഈ പറയുന്ന നാട്ടിലെ ശ്വാസം മുട്ടോ, ആസ്മ, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നവരുണ്ട്. അങ്ങനെ സിവിയർ ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് അവിടെ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പം അങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ അവിടുത്തെ ആംബുലൻസ് നമ്പർ ഉണ്ട്, നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ആംബുലൻസ് ഡോക്ടർ അടക്കാണ് വരിക. അപ്പോൾ ഡോക്ടർ വന്നിട്ട് ഡോക്ടർ ജസ്റ്റ് കൺസൾട്ട് ചെയ്യും. എന്നിട്ട് നോക്കിയിട്ട് അവിടെ നിന്ന് തന്നെ മെഡിസിൻ കൊടുക്കാൻ പറ്റും. ഒന്നുമില്ല, ഫ്രീ ആണ്. മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട് നമ്മൾ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മെഡിസിൻ അവിടെ തന്നെ കൊടുത്ത് ക്ലിയർ ആവുകയാണെങ്കിൽ ഓക്കെ, അതെല്ലാം തന്നെ ആംബുലൻസിൽ തന്നെ ഡോക്ടർ കൊണ്ടുപോകും. അപ്പോൾ ഇത്രയും ഈ കൊല്ലം പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാര്യങ്ങളിലൊന്നും ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല? ആദ്യം ഒരു ഘട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു അസുഖമുള്ള ഒരു കുട്ടീനെ. പക്ഷെ ആ അസുഖം പാരന്റ്സ് നമ്മളോട് മറച്ചു വെച്ചതാണ്. പാരന്റ്സ് അത് അവരുടെ താല്പര്യമായിരിക്കും, അത് നമ്മളോട് മറച്ചു വെച്ചിട്ട് ആ കുട്ടി ഇവിടുന്ന് പോയിട്ട് ഫസ്റ്റ് ദുബായ് കണക്ഷൻ ആയിരുന്നു ഫ്ലൈറ്റ്. ദുബായിലെത്തിയപ്പോൾ തലറങ്ങി വീഴും, പ്രശ്നമാവുകയും ചെയ്തു. അവിടെ നിന്ന് നമ്മൾ ചോദിച്ചപ്പം വലിയ പ്രശ്നമായിരുന്നു. പിന്നെ കസാഖിസ്ഥാൻ എത്തിയപ്പോൾ മുതൽ ആ കുട്ടിക്ക് വല്ലാണ്ട് ഈ ഫിക്സ് വന്നു തുടങ്ങി, അതുപോലെ പാനിക് അറ്റാക്ക് ഒക്കെ വന്നു തുടങ്ങിയ സമയത്ത് ഹോസ്പിറ്റലൈസേഷൻ നാട്ടിൽ നിന്നുള്ള റിപ്പോർട്ട് ചോദിച്ചപ്പോഴാണ് നാട്ടിൽ മംഗലാപുരത്ത് ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് നമുക്ക് അയച്ചിരുന്നത്. അപ്പോഴാണ് ഇത് വലിയ സിവിയർ ആയിട്ടുള്ള ഒരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ തിരിച്ച് ആ കുട്ടിയുടെ നാട്ടിലേക്ക് കയറ്റി വിടുന്നത്. പക്ഷേ അവിടെ ഉള്ള സമയത്തൊക്കെ ഈ പറയുന്ന പോലെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക വല്ലാതെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് എൻ്റെ സ്റ്റാഫൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, പാർട്ട്ണറും. അവർ വല്ലാണ്ട് അതിന്റെ പേരിൽ ബുദ്ധിമുട്ടി, കുട്ടികൾ പേടിച്ചു പോയി. പക്ഷെ അതിനുശേഷം ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ ഓൾറെഡി ഭയങ്കര ഡ്രീമായിട്ട് വന്ന കുട്ടികളായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ അസുഖമായിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് അവരെ സ്വപ്നം പകുതിയിൽ വെച്ചിട്ട് അവസാനിച്ചെന്നുള്ളൊരു തോന്നലുണ്ടാവും. പക്ഷെ വേറെ നിവൃത്തിയില്ല. അപ്പൊ അവര് ഫണ്ട് കാര്യങ്ങളുണ്ടല്ലോ, ഫീസൊക്കെ അടച്ചതൊക്കെ ഉണ്ടാവില്ലേ? അടച്ചത് ഈ കസാഖ് നാഷണൽ യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, ഇപ്പൊ അൽഫറാബി, ഇവിടെയൊക്കെ ആണെങ്കിൽ അവിടുന്ന് റീഫണ്ട് ഓപ്ഷൻ ഉണ്ട്. അതായത് 30% കഴിച്ച് ബാക്കിയുള്ളത് റീഫണ്ട് ചെയ്തിട്ട് 1 മാസമൊക്കെ ആയിട്ട് 1 മാസത്തിനുള്ളിലൊക്കെ തിരിച്ചു പോവുകയാണെങ്കിൽ വന്നിട്ട്, അത് കൃത്യമായ റീസൺ വേണം കേട്ടോ. മെഡിക്കൽ റീസൺ ആണെങ്കിൽ ആ മെഡിക്കൽ റീസൺ അവിടെ തെളിയണം. അങ്ങനെ പോകണമെങ്കിൽ യൂണിവേഴ്സിറ്റി തന്നെ ആ കുട്ടിക്ക് റീഫണ്ട് ചെയ്ത് കൊടുക്കും. പക്ഷെ അത് ആ കുട്ടി തന്നെയാണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അതിൽ നമ്മൾക്കൊരു റോളും ഇല്ല. അതായത് ആ കുട്ടിയും യൂണിവേഴ്സിറ്റിയായിട്ടാണ് ബന്ധം. അതല്ലാതെ യൂണിവേഴ്സിറ്റി നമ്മുടെ അക്കൗണ്ടിലേക്കോ നമ്മളെ ബന്ധപ്പെട്ട ഒരു സംഗതിയും ചെയ്യില്ല. ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടോ, കസാഖിസ്ഥാനിലേക്ക് പോകുന്ന പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും സേഫ് ആണോ? പക്കാ സേഫാണ്. കാരണം നമ്മൾ ഇവിടുന്ന് മംഗലാപുരത്തേക്ക് പഠിക്കാൻ പോകുന്ന ആൾക്കാർ നമ്മൾ രാവിലെ ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് എന്നുള്ളത് അവസ്ഥ. അതെ, 2-3 കാര്യങ്ങൾ പറയട്ടെ. ഒന്ന് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ, ഒന്ന് റാഗിങ് ഇഷ്യൂസ് കോളേജിൽ അതില്ല. കാരണം ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിനെ കാണാൻ പറ്റില്ല. ഓക്കെ, അവരൊക്കെ വേറെ ഭാഗത്തായിരിക്കും. പിന്നെ ഇവർ ക്ലാസ് കഴിഞ്ഞ് ഇവർ ഹോസ്റ്റലെത്തുക, അതായത് ക്ലാസ് എപ്പോഴാണ് അതിന് ടൈം ടേബിൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. പുറത്ത് പോകുന്നതും തിരിച്ച് വരുന്നത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുന്നുണ്ടാവും. അതെല്ലാം സിസ്റ്റമൊക്കെ ഹോസ്റ്റലുണ്ട്. പുറത്തേക്ക് പോകുമ്പോൾ ആരൊക്കെയാണ് പോകുന്നത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് അതിലിടണം. ഒരു മിലിറ്ററി ചിട്ട ചെറുതായിട്ടുണ്ട്. പിന്നെ എന്നാലും അവർക്കുള്ള എൻജോയ്മെന്റും അതിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്നത്. ഒരു ഭയങ്കരമായിട്ട് നമ്മൾ ടൈറ്റ് ആക്കുകയല്ല, എന്നാലും അത്യാവശ്യം ലൂസ്. അവർക്ക് വേണമെങ്കിൽ അതൊക്കെ കഴിക്കാം, അതിനൊന്നും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഡ്രഗ് ഇഷ്യൂസ് ഇല്ല, ഡ്രഗ്സിന്റെ ഇഷ്യൂസ് തീരെയില്ല, കംപ്ലീറ്റ് ക്ലീൻ ആണ്. അത് മെയിൻ ആയിട്ട്. പിന്നെ അവിടുത്തെ പോലീസാണ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, യൂണിവേഴ്സിറ്റി ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പം കുട്ടികൾ ഇല്ലീഗലായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് ജസ്റ്റ് സൂചന എന്തെങ്കിലും പ്രൂഫ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഡിപ്പോർട്ട് അടിക്കും, നാട്ടിൽ കയറ്റി വിടും. അപ്പോൾ അങ്ങനെയൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളത് കൊണ്ട് ഈ പറയുന്ന രീതിയിൽ സേഫ് ആണ്. പിന്നെ നമ്മുടെ ഒരു നിയന്ത്രണം ഉള്ളതുകൊണ്ട് നന്നായിരിക്കും. ഇപ്പോൾ വേറെ രാജ്യത്തെ എഡ്യൂക്കേഷൻ്റെ കാര്യം പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വിളിക്കും,
അപ്പൊ ഈ കസാഖിസ്ഥാനെ കുറിച്ച് കുറ്റം പറയുന്ന ആൾക്കാരുണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഒരുപാട് അങ്ങനെയുള്ള വോയിസുകളും മെസ്സേജിനും ഈ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന കുട്ടികളെ നമ്മൾക്ക് അയച്ചു തരും. സാർ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ കസാഖിസ്ഥാനെ കുറിച്ച്, അങ്ങനെ പറയുന്നുണ്ടല്ലോ. അതിലൊന്നാമത്തെ സംഗതി വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ കുട്ടികളെ അങ്ങോട്ടേക്ക് വലിക്കാൻ വേണ്ടിയിട്ട് സ്വഭാവമായിട്ട് പേടിപ്പിക്കാനുള്ള ശ്രമമുണ്ടല്ലോ. ഇപ്പം നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുന്നു, ഒരു പ്രൊഡക്റ്റ് എടുക്കാൻ നിൽക്കുന്നു, ഞാൻ എൻ്റെ പ്രൊഡക്റ്റും സെയിം പ്രൊഡക്റ്റ് ആണ്, അപ്പം ഞാൻ അതിനെക്കുറിച്ച് എൻ്റെ പ്രൊഡക്റ്റ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ എടുക്കാൻ നിൽക്കുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് എനിക്ക് നെഗറ്റീവ് അടിക്കണം. നെഗറ്റീവ് അടിച്ച് അതിനെ പേടിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പേടിച്ചിട്ട് എടുക്കാതെ എൻ്റെത് പിന്നെ ഓപ്ഷൻ ഉണ്ടാവും. അത്തരത്തിലുള്ളൊരു എന്താ പറയുക തീരെ ചീപ്പായ രീതിയിൽ കളിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്നെ വിളിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയും ഇങ്ങനെയാണ് ഇന്ന വിഷയങ്ങളേ ഉള്ളൂ. അധികം അഡ്മിഷൻ വരുന്നത് എങ്ങനെയാണ്? പരസ്യം ചെയ്തിട്ടാണോ? മൗത്ത് പബ്ലിസിറ്റി ആണോ? മൗത്ത് പബ്ലിസിറ്റി തന്നെയാണ്. റെഫറൻസ് ആണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വെച്ചാൽ എന്നെ കുറിച്ച് ഇപ്പം നമുക്ക് എവിടെ നമ്മൾ പരസ്യം ചെയ്യാറില്ല. അങ്ങനെ ഇപ്പം സെലിബ്രിറ്റീസിനെ വെച്ചോ അങ്ങനെ കാര്യമായിട്ടൊന്നും പരസ്യം ചെയ്യാറില്ല. പഠിക്കുന്ന കുട്ടികളെ റെഫറൻസ്, അതായത് ഒന്നുകിൽ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ റിലേറ്റീവ്സ് ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ ഇപ്പം മെയിൻ ആയിട്ട് കണ്ണൂർ കാസർഗോഡ് എന്ന് പറഞ്ഞു, വേറെ ജില്ല ഉണ്ടോ? വേറെ ജില്ലകളുണ്ട് ഇഷ്ടം. മെയിൻ ആയിട്ട് കണ്ണൂർ കാസർഗോഡ്. അവരെ മൊത്തത്തിൽ അഭിപ്രായം എന്താണ്? അവരൽഹംദുലില്ലാ നമ്മൾക്ക് ഇപ്പോഴും ഞാൻ പറയട്ടെ, ഇപ്പം പഠിച്ചിറങ്ങിയ കുട്ടികളുടെ രക്ഷിതാക്കളും കുട്ടികളും പോലും നമ്മളായിട്ട് നല്ല ബന്ധത്തിലാണ്, നമ്മളിവിടെ നല്ല സൗഹൃദത്തിലാണ്. കാരണം ഈ 6 വർഷം നമ്മൾ എങ്ങനെ അവർ കൊണ്ടുപോയി എന്നുള്ളതിന് മറുപടിയാണത്. ഇപ്പോൾ ഉള്ള കുട്ടികളാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഏത് കുട്ടികളെ പേരൻസ് ആണെങ്കിലും അവരുടെ അടുത്ത് ആരെങ്കിലും ചോദിക്കുമ്പോൾ അവർക്ക് നമ്മളെ കുറിച്ച് നല്ല അഭിപ്രായമുള്ളൂ. ആ അഭിപ്രായം കൊണ്ടാണ് പല കുട്ടികളും കസാഖിസ്ഥാനിലേക്ക് വീണ്ടും അവരുടെ കെയർ ഓഫിൽ വരുന്നതും. അതാണ് ഒരു പോസിറ്റീവ്. ഇനിയിപ്പോൾ വരുന്ന ബാച്ച് ഏതാണ് വരുന്നത്? ഇനിയിപ്പം വരുന്ന സെപ്റ്റംബറിലേക്കുള്ള ബാച്ചാണ്. അതിൻ്റെ അഡ്മിഷൻ ഇപ്പം ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്യും. ആപ്ലിക്കേഷൻ കൊടുത്തു തുടങ്ങും. ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അതിന് താല്പര്യം ഉണ്ടെങ്കിൽ എങ്ങനെ കോൺടാക്ട് ചെയ്യാൻ, ബന്ധപ്പെടാം? എങ്ങനെ അതിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ താഴെ നമുക്ക് നമ്പർ കൊടുക്കാം, കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ആൾക്കാരായിട്ട് സംസാരിക്കാൻ തീർച്ചയായിട്ടും അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം, അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ രക്ഷിതാക്കളായിട്ട് സംസാരിക്കാം, പഠിച്ചിറങ്ങിയ ഡോക്ടേഴ്സായിട്ട് സംസാരിക്കാം, ആ ഡോക്ടേഴ്സിന്റെ പാരൻസ് ആയിട്ട് സംസാരിക്കാം. ഇതിനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അത് അവരുടെ ഏത് ഏരിയ ആണോ ആ ഏരിയയിലുള്ള കുട്ടികളാണ് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം, അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതിനൊന്നും പ്രശ്നമില്ല. അപ്പം ശരിക്കും കസാഖിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനല്ല, പാകിസ്ഥാൻ ഒരു രാജ്യമാണ്, കസാഖിസ്ഥാൻ ഒരു രാജ്യമാണ്. മുമ്പ് ഞാൻ ഇവരെ സ്റ്റോറി ഇതെല്ലാം കാണുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇവരെന്തിനാണ് അത് അധികം എന്താ പറയുക പെൺകുട്ടികളാണെന്നുണ്ടാല്, അല്ല അധികം പെൺകുട്ടികളാണെന്നുണ്ടാല് ഇവരെല്ലാം ഈ പുറത്തേക്ക് കൊണ്ടുവന്ന സമയത്ത് ഇങ്ങനെ ഇഷ്യൂ വരലില്ലേ, എന്താ പറയുക ആൾക്കാർ വേറെ രീതിയിൽ ചിന്തിക്കൂല എന്നെല്ലാം വിചാരിച്ചിട്ടുണ്ട്. ശരിക്കും MBBS പഠിക്കാൻ ഇത്രയും അഫോർഡബിൾ ആയിട്ട് പുറത്ത് രാജ്യം, അതായത് നമുക്ക് ഒരു പുറത്ത് പോയിട്ട് പഠിക്കുന്ന പറയുമ്പോൾ ഒരു ഇന്റർനാഷണൽ ലെവലായും ചെയ്ത് പുറത്ത് പഠിച്ചു എന്നുള്ള ഒരു ലെവലായി, ഫീസ് കുറഞ്ഞും കിട്ടി. ഞാൻ ചോദിക്കട്ടെ, ശരിക്കും ഇപ്പൊ ഈ ഓപ്പണായിട്ട് പറയാം, മംഗലാപുരത്തെ ഈ മെഡിക്കൽ ലോബികളെല്ലാം ഉണ്ടാവും, അല്ലെങ്കിൽ മംഗലാപുരത്തേക്ക് സജസ്റ്റ് ചെയ്യുന്നത്, അവരെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവില്ല? കാരണം തീർച്ചയായിട്ടും അവര് നമ്മൾക്കെതിരെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുന്ന തരത്തിലൊക്കെ ബുദ്ധിമുട്ടാക്കാനുള്ള ശ്രമിക്കാറുണ്ട്. കാരണം ഇന്ത്യയിൽ ഈ പ്രൈവറ്റ് മെഡിക്കൽ ലോബികൾ എന്ന് പറയുമ്പോൾ, കാരണം ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ എൻ്റെ ഉദാഹരണത്തിന് എൻ്റെ ഫാമിലി ഒരു കുട്ടി, ആ കുട്ടീൻ്റെ പേരന്റ് ഈ കുട്ടീനെ ഇവിടെ മംഗലാപുരം ചേർക്കാൻ വേണ്ടി വന്നു MBBSന്. അതേസമയം ഞാൻ അവരോട് സംസാരിച്ച് അവർ കസാഖിസ്ഥാനിലേക്ക് വന്നു, അവിടുന്ന് വിളിച്ചു. അതായത് മംഗലാപുരത്ത് പഠിക്കാനുള്ള ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉള്ള ആൾക്കാർ പോലും ഇങ്ങനെ പോകുന്നത്, അതായത് ഇന്ത്യയിൽ പഠിക്കാനുള്ള ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉള്ള ആൾക്കാർ പോലും അങ്ങോട്ട് പോകുന്നു പറയുമ്പോൾ അത് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അബ്രോഡ് ചെയ്യുന്നവർക്കെതിരെ അല്ലാതെ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ അവരെന്ത് ചെയ്യും, അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ. ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെന്റിൽ തിക്കിത്തിരക്കി പോകുന്നതിന് കടന്നുള്ള ഫ്ലൈറ്റ് സുഖസുന്ദരമായിട്ട് യാത്ര ചെയ്യാം, പുറത്തു പോയി പഠിക്കാം. എന്തായാലും നല്ല ഒരു കൺട്രി അല്ല കാണാനും, ഈ പറഞ്ഞ അൽഫറാബി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം 27 രാജ്യങ്ങളിൽ വന്നിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ഈ പറഞ്ഞ നമ്മുടെ മലയാളി കുട്ടികൾ MBBS പഠിക്കുന്ന അതുപോലെ മിനി കാശ്മീർ കണക്ക് തന്നെ, മിനി കാശ്മീർ പോലെ തന്നെ വളരെ ബ്യൂട്ടി. അതായത് സിറ്റി ആണെങ്കിൽ ഒരു യൂറോപ്യൻ സിറ്റിയാണ് രീതിയിൽ കാണുമ്പോൾ. അതുപോലെ പക്ഷെ മഞ്ഞുകളൊക്കെ വീണ് ഈ പറഞ്ഞ മലകളും കാര്യങ്ങളൊക്കെ കാശ്മീരിലെ നമ്മുടെ സോനാമാർഗൊക്കെ ഇല്ലേ, ഗുൽമാർഗൊക്കെ, അതുപോലൊക്കെ നല്ല വൈബും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ക അടിപൊളി. പിന്നെ കേരള മാർക്കറ്റ് ഉണ്ട്, അവിടെ നമ്മുടെ നാട്ടിലെ മസാലകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെയുള്ള ഓപ്ഷൻ. ഏതൊരു കാസർഗോഡ് ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്, കാസർഗോഡിൽ നമ്മുടെ മകരൽപുരത്തുള്ള ഒരു ഇക്ക ഉണ്ട്, മൂപ്പരുടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട് അവിടെ. നമ്മുടെ നാട്ടിലെ മന്തി, നമ്മുടെ നാട്ടിലെ എല്ലാ സാധനങ്ങളും നല്ല കിട്ടും. അപ്പോൾ കസാഖിസ്ഥാനെ കുറിച്ചിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അഫ്സലിൻ്റെ നമ്പർ കൊടുക്കാതായ, പിന്നെ അഡ്മിഷന് കാര്യമുള്ളവർക്ക് അതിൽ കോൺടാക്ട് ചെയ്യാം. ശരിക്കും നമ്മൾ സംസാരിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലായി, എന്താ പറയുക, മംഗലാപുരത്ത് പോകുന്നതിനെക്കാട്ടി എത്രയോ ബെറ്ററാണ് അങ്ങോട്ടേക്ക് പോകുന്നതെന്നുള്ളതിൽ. കാരണം ഇവർ സ്വന്തം എന്താ പറയുക മക്കളെ പോലെ അല്ലെങ്കിൽ ഒരു പെങ്ങളെ പോലെ ഇങ്ങനെ കൊണ്ട് നടന്ന് 6 വർഷം ഇവരെ കെയർ ചെയ്ത്, അല്ലേ? എനിക്ക് തോന്നുന്നു ഇവർക്ക് കൊടുക്കുന്ന സർവീസ് ചാർജിൽ തന്നെ ചിലപ്പോൾ ഇതെല്ലാം ഒക്കോ എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. കാരണം ഇത്രയും കെയർ ചെയ്യണമെങ്കിൽ അത്രയും എന്താ പറയുക, നമുക്കിപ്പോൾ നാട്ടിൽ തന്നെ താമസിച്ചിട്ട് നമ്മൾ ഫുഡ് കാര്യം ഇതെല്ലാം നോക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നല്ല എക്സ്പെൻസ് വരും. നേരെ മറിച്ച് പുറത്തൊരു രാജ്യത്ത് കൊണ്ടുപോയി ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം കൊടുക്കുന്നുണ്ടോ?
ഫ്ലൈറ്റ് ടിക്കറ്റ് നമുക്ക് കാസർഗോഡ് വരുന്നവർക്ക് നമുക്ക് കൊടുക്കാം, കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ളവർക്കൊക്കെ നമുക്ക് ഓഫ് റോഡ് ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം കൊടുത്ത് അടുത്ത ബാക്കി കാര്യങ്ങളെല്ലാം നോക്കി ഇവർ കുറച്ച് ആൾക്കാരെ ഇതിനു വേണ്ടിയിട്ടായിട്ട് അവരുടെ ടൈമും വർക്കും എല്ലാം സ്പെൻഡ് ചെയ്തിട്ട് നിൽക്കുന്നതാണ്. എന്തായാലും കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നമ്പർ കൊടുക്കാം. ഇത് യൂട്യൂബിലായിരിക്കും വീഡിയോ ഉണ്ടായാൽ ഒരുപക്ഷെ വ്യൂവേഴ്സ് കുറവായിരിക്കും. ഇതിൻ്റെ കട്ട് പോസ്റ്റ് ഞാൻ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ അക്കൗണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക, അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക. കസാഖിസ്ഥാനിൽ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും അല്ലെങ്കിൽ MBBS പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ബാക്കി ഡീറ്റെയിൽസും വിവരമായിട്ട് വരാം. ബൈ ബൈ.